ആക്കോട്ടെ മള്ളി. അതെ അതെ, ഞാൻ ഇപ്പൊ പറയാൻ പോണ മള്ളി തെറ്റിച്ച് കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കാം. മള്ളി ചന്ദ്രൻ മുള്ളിലേക്ക് വേണ്ടി ഒരു ബമ്പ് തുടങ്ങി തന്നു. ബമ്പ് തുടങ്ങി തന്നല്ലേ, നമ്മൾ കടം മേടിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചത് അത്. അങ്ങനെയാണെങ്കിലും അവനായിട്ട് ഒരു ബിസിനസ് മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരുമ്പോ മുള്ളിൽ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരണ്ടേ? ഉറപ്പായിട്ടും ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിന്റെ സൈഡിൽ നിന്ന്. അതെ മുള്ളി, നമ്മള് ഒരു പുതിയ ബിസിനസ് ചെയ്യുവാണ്. ഇത് കരയിലുമല്ല ചെയ്യുന്നത്, ആകാശത്തുമല്ല നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തില് മീൻ പിടിക്കാൻ പോണ പരിപാടി. പക്ഷേ വെറൈറ്റി ആണ് മള്ളി. ഇത് നമ്മൾ ഒരിടം പോണ്ട, നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചൂണ്ടിട്ടാലോ മള്ളി? അങ്ങനെ അല്ല എന്നാ, ഇത് വേറെ ആർക്കും കിട്ടാത്ത ഒരു പിസ്സാണിത്. ആർക്കും കിട്ടാത്ത മീൻ. ജറാബ്. ജിറാഫാ? ജറാബ്. അപ്പോ നമ്മള് ദ്രാബ് കൃഷി ചെയ്യാൻ പോവാണ്. മനസ്സിലായോ എന്റെ കൃഷി? മള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇപ്പഴാ മനസ്സിലായത്. പറഞ്ഞോ. ജാർക്ക് കൃഷി. അപ്പോ പോർക്കില്ല. ഞാൻ ഇതിന് ഉത്തരം പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ ടീമിലാണ്. ഗ്യാങ്സിലോട്ട് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞ കുറച്ചധികം കഥ പറയാനുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല മോളിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇന്നലത്തെ കാര്യമല്ല. അല്ല ഒന്നുമില്ല. ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു? ഇന്നലെ ജുഗ്രുവിന്റെ കല്യാണമായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് വാസണ്ണൻ 5000 കൊടുക്കാതെ കൊണ്ട് സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ഓ അങ്ങനെ, ഓക്കെ. അല്ല അപ്പൊ മള്ളി അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം പോയി പറയാം. മള്ളി അപ്പൊ പരിപാടി സിമ്പിൾ ആണ്. ഇന്ന് നമ്മുടെ ശ്രാവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫുഡ് മള്ളിയെ കൊണ്ട് ഞാൻ ഇടിക്കാൻ പോവാണ്. ചന്ദ്രനത്തിലെ താഴെ വേണ്ട, അതെ അങ്ങനെയല്ല. ഇത് കുഞ്ഞല്ലേ മള്ളി, ഇത് ചെറുതായിട്ടുണ്ട്, ചെറിയ വായല്ലേ ഇതിന്. അപ്പൊ അതിന് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്ത് മള്ളി ഇതിന് നമ്മൾ ഫുഡ് കൊടുത്ത് വലുതാക്കണം. ചെറിയ സാധനങ്ങളുണ്ട്. മള്ളി അപ്പൊ നമ്മള് ഇതിന് ഫീഡ് കൊടുത്ത് നമ്മൾ ഇതിനെ വലുതാക്കണം. വലുതാക്കി കഴിഞ്ഞാ ബ്ലാക്ക് മാർക്കറ്റില് ഷാർക്കിന്റെ വില എത്ര ഉണ്ടാ പാപ്പാ? ഭയങ്കര വിലയാണ്. എനിക്കത് 10-20 കോടിയോളം വരും തോന്നുന്നു ഷാർക്കിന്. ഒരു ഷാർക്കിന്. അപ്പൊ ഒരു ഷാർക്ക് വളർന്നാൽ 5 വർഷം എടുക്കുമായിരിക്കും അല്ലേ? ഈ സർവർ ചെയ്ത് പെർമനന്റ് കിട്ടും. അപ്പൊ അവരെ വിളിച്ചു അല്ല കൊടുക്കുന്ന തീറ്റ അനുസരിച്ചാ. നല്ല തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരും. ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇട്ട് കൊടുക്കണല്ലേ ഷാർക്കിന്? പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചു മള്ളി ആദ്യമായിട്ട് ലോഗോ എടുത്തിട്ട് വന്നേ ടിവിയുടെ. പിന്നെ ഇവന്റ് മാനേജ്മെന്റില് പയ്യനെ കൂടെ ഒന്ന് വിളിക്കണേ പാപ്പാ. അപ്പൊ ലവിയല്ലേ? ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ലീവന്മാര് കൊമ്പനെ എടുത്തോണ്ട് പോകും. ഗൈസ് ഞാൻ പെട്ടെന്ന് ഇന്നലെ TJ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചുമ്മാ കൊമ്പന് പേരിട്ട. ചുമ്മാ വായ വന്ന് അന്നേരം പറഞ്ഞേ ഉള്ളൂ. TJ കളിയാക്കാനും അവരെ ട്രിഗർ ചെയ്യാനും അല്ല ഞാൻ കൊമ്പന് പേരിട്ടേക്കുന്ന കേട്ടാ. പറഞ്ഞേക്കാം. അമ്മ ഷാർക്കിന്റെ തീറ്റ എന്താ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ഓടി കഴിഞ്ഞ വെള്ളത്തിന് അനക്കം തട്ടിയിട്ട് ഷാർക്ക് അങ്ങനെയല്ല. നമ്മളിത് സമാധാനമായി ചെയ്യാൻ ഈ ഭൂമിക്കടിയിൽ ഇതിന്റെ അടിയിൽ ഫുള്ള് ഷാർക്കിനെ വളർത്താൻ പോവാണ്. നമ്മൾ ഓടി സൗണ്ട് കൊടുക്കരുത്. ഞാൻ നടക്കുന്ന വേണ്ടിയില്ലേ? ഇളക്കല്ലാണ്ട് നടക്കണല്ലേ? അധികം ഇളക്കില്ലാതെ നടക്കണം മള്ളി. എന്നെ പോലെ ഗാങ്സ്റ്റർ വാക്കിട്ടൊക്കെ ഇളക്കല്ലാണ്ട് അധികം ഇളക്കല്ലാണ്ട് നടക്കാൻ പറ്റും. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ മനസ്സിൽ ഇതിലെ പയ്യനെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗാളിലെല്ലാവർക്കും സുഖമല്ലേ മള്ളി? അങ്ങനെ സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മള്ളി, അവിടെ ഇപ്പം ഭയങ്കര പാടാണ്. അതല്ലേ ഞാൻ തിരിച്ചു വന്നത്. എന്റെ ഫാമിലിയുള്ളവർക്കൊക്കെ ഡെങ്കു ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് വന്നത്. മാസ്ക് വെച്ചേക്ക മള്ളി. കുഴപ്പമൊന്നുമില്ല. വന്നിട്ട് മള്ളി മാസ്ക് വെച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ. കുഴപ്പമൊന്നുമില്ല. എന്റെ വല്യമ്മ മരിച്ചുള്ളൂ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് പണ്ടൊന്ന് കൊറോണ വന്നതേ. അയ്യോ, അതൊക്കെ ഒരു സമയമല്ലേ മള്ളി? സത്യോടാ, നമുക്ക് ഈ പനിയൊക്കെ പെട്ടെന്ന് വരും.
നമ്മള് ചിലപ്പോ പെട്ടെന്ന് പക്ഷേ വിചാരിക്കും ജിമ്മിലൊക്കെ റെഗുലർ ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും ജിമ്മിലൊക്കെ റെഗുലർ പോണവർക്ക്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് പനിയൊന്നും പിടിക്കൂല. പനിയൊന്നും വരത്തില്ല, പക്ഷെ സൗണ്ട് പോവും, തൊണ്ട പോവല്ലേ. അതെ അതെ, പനിയൊന്നും വന്നില്ല അവിടെ ആർക്കും. ഒരു 3 ദിവസം സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഏരിയ കൂടെ ജസ്റ്റ് മിസ് ആയിട്ട് വന്നിട്ട് പോറ്റത്. നമ്മൾ സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഗ്യാങ് ഹൗസ് പണിയുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് ഗ്യാങ് ഹൗസിൽ വെക്കും. അതിനുശേഷം ജീവിതത്തിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കൂല. ഈ ട്രെയിനിങ് പോയിന്റ് ഒക്കെ നമ്മളെക്കാട്ടിൽ വലിയൊരു തോക്ക് ഇവിടെ ആരെ ഊമ്പാനാണ് ഇവിടെ വെച്ചേക്കണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. സത്യം 5 പേര് വേണം അത് എടുക്കാൻ. സത്യം അത് എടുക്കാൻ 5 പേര് വേണം, ട്രിഗർ വലിക്കാൻ ഒരു 10 പേര് വേണം. എപ്പോഴെങ്കിലും നമ്മളാ യോട്ടിനകത്തോ എല്ലാം പോയിട്ടുണ്ടോ? യോട്ടിൽ പോയിട്ടില്ല. ഒരിക്കൽ പോലെ വെടിവെച്ചില്ല അങ്ങോട്ടൊന്നും ഇതുവരെ. അതിന്റെ യൂസ് വരാൻ പോവാണ്. ചന്ദ്ര, നീ വെറുതെ ആളെ കൊല്ലല്ലേ ചന്ദ്ര. രാജ്യത്തോട്ടൊക്കെ പോണേ കപ്പല് കയറുമല്ലോ, അതിനെ വെച്ചുള്ളു നമ്മള്. അതെ, സൗണ്ടൊക്കെ പറഞ്ഞേ. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എന്തോ പന്തിയേട് തോന്നുന്നുണ്ട്. എന്റെ അച്ഛൻ നോക്ക താഴെ സൗണ്ട് കേൾക്കണമെന്ന്. അണ്ണനാണ് ശബ്ദം ഉണ്ടാക്കുന്നത് കൂടുതലും. കേട്ടാ എന്താടാ എന്റെ തന്തേ ബാബുവിന്റെ എന്റെ തന്ത അടിയിലിരുന്ന് മറ്റേ ഇത് വെച്ച് നോക്കും സൗണ്ട് കേൾക്കണ ഇല്ലേന്ന്. അറിയാലോടാ, എന്തോ ഹോൾസെയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയാണ് മനസ്സിലായിട്ടോ. ആരെ ഊമ്പിയെ വേണ്ടിട്ട് ബോംബ് വെച്ചിട്ടുണ്ട് അടിയിൽ. 2 ചാട്ടം കൂടുതൽ അടിയെ പൊട്ടിത്തെറിച്ച് തീരും. ഇവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റൂലേ? മണ്ണെണ്ണയാ ഇങ്ങോട്ട് വന്നേ. ചാപ്റ്റർ 2 റിലീസ് ചെയ്യണ്ടേ? ചാപ്റ്റർ 2 റിലീസ് ചെയ്യണം. പോയിന്റിക്കൊക്കെ എന്താ വില എന്നറിയോ? എന്നത്തേക്ക് റെഡിയാവും? പോയിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായ? എന്ത് പോയിന്റ്? ഏയുടെ മറ്റേ സാധനം മേടിക്കണം, മനസ്സിലായ? നീ കഴിഞ്ഞ മെസ്സേജ് പറടാ. പുതിയ ഫോട്ടോ എങ്ങനെയുണ്ട് ബാബു? ഒരു സെക്കൻഡ് വരുന്നേ. എല്ലാ പേജും നോക്കിക്കോട്ടെ. അവിടെ എന്താ, അവിടെ ആട്ടം കുറച്ച് കൂടുതലാണ്. പക്ഷെ നീ ഇപ്പഴും 90s കേട്ടാ, പണ്ടത്തെ പോലെ ജട്ടിക്ക് താഴെ പാന്റൊക്കെ ഇട്ട്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു പോണത്. കാലം കൂടെ ഒക്കെ പിടിച്ച് കളർ പാന്റ്, ലോ വേസ്റ്റ്. ആ കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലോ വേസ്റ്റ് കളർ പാന്റ് ഒക്കെ ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളർ പാന്റ് ഒരു സമയത്ത് കാലം കൂടെ ട്രെൻഡ് ആയിരുന്നു, അറിയോ? മറ്റേ വലിയ കൊടയില്ലേ, കൊട പിടിച്ചു പോവാ. ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പിങ്ക് കളർ പാന്റും ചുമന്ന ഉടുപ്പും കൺമഷി. അയ്യോ, ആലോചിക്കാൻ പോലും വയ്യ. അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഇത് പുതിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും അല്ല, മലയാളി ഒരുപാട് നാൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് നടക്കാൻ പോകുന്നത്. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു, 100 തവണ ചിന്തിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോ ഈ കാര്യം മലയാളിയുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയൊരു സംരംഭത്തിന്റെ ആരംഭം തുടങ്ങുന്നതായിരിക്കും. മുള്ളി, ഞാനിപ്പോ ഒരു സാധനം തരാം, ഇത് നേരെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട്. ഓക്കെ, അടുത്തോട്ട് വരാവോ? ബാക്കി എല്ലാരും നീങ്ങിക്കാവോ? മള്ളി അടുത്തോട്ട് വരാവോ? നമ്മളെല്ലാരും തൊഴണോ? എല്ലാരും ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കിട്ടിയായിരുന്നോ മള്ളി? 20 gram മീറ്റ് ബോക്സ്. അതൊന്ന് യൂസ് ചെയ്യാവോ? യൂസ് അല്ല, സ്ലോട്ട് വെക്കണേ. ഒരു സെക്കൻഡ് ഇൻ കേസ് മീനുകൾ വന്നാലേ നമുക്കൊരു പ്രൊക്കഷൻ എന്ന രീതിയിലേ പിടിക്കുന്ന സാധനം അത് മീൻ വന്നു കഴിഞ്ഞാൽ കറക്കെടുക്കാൻ അന്ന് വേണമെങ്കിൽ എന്റെ കൈ പിടിച്ചിരുന്നോ? കഴിഞ്ഞു. ഇനി അധികം വെച്ച് താമസിപ്പിക്കരുത്. നേരെ നോക്കി എയിം ചെയ്തിട്ട് മേലോട്ട് നോക്കിട്ട് ഒറ്റ എറിഞ്ഞു. ഫയർ ബട്ടൺ.
ഏതാ മള്ളി ഏതാ എന്താ സംഭവിച്ചത്? അല്ല സംഭവിച്ചില്ല മള്ളി. ഇപ്പൊ നടന്നത് സത്യം പറയലോ മള്ളി, ഇതുപോലൊരു ഹാപ്പി ആയ മൊമെന്റ് ഇതുവരെയും ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മള്ളിയുടെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറെ നാൾ കേസാണ് മള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉള്ളാരും പറയല്ലോ മള്ളി. നമുക്ക് ഇന്നലെ മള്ളിക്ക് ഓർമ്മയില്ല, മള്ളിക്ക് ഓർമ്മയില്ല എന്നതായിരുന്നൊന്നും. എനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല. ഇല്ല എടാ ഇന്നലെ നടന്ന എന്റെ വീഡിയോ വന്നിട്ട് കൊടുത്തേ മള്ളിക്കൊന്ന്. മള്ളി അങ്ങോട്ട് നിൽക്കേ. എറിഞ്ഞെടുത്തോട്ട് തന്നെ നോക്കൂ. സ്ക്രീൻ അണ്ണ അവിടെ സ്ക്രീൻ ഇത് വെള്ളത്തിൻ സ്ക്രീൻ. ഓക്കെ ഹലോ ഓർമ്മയില്ല. അതുമില്ല എന്താ ബാബു ഇത്ര സ്നേഹം? മലയാളി ഈയിടെയായിട്ട് ഭയങ്കര ക്ഷീണിച്ചു മലയാളി. ഇരുന്ന് കുടിച്ചു നോക്കിയേ, ക്ഷീണവും മാറും, പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും. മയക്കി കിടത്തി. ഡോക്ടർ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ മലയാളിയിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കറക്റ്റാ ചെയ്തേക്കണേ. അത് നമുക്ക് സെറ്റ് ആക്കാന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പൊ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നമ്മളെ പറ്റി സ്റ്റിച്ച് പൊട്ടും. അണ്ണന്റെ അണ്ടി പാനിക്കാവരുത്. ചിൽ ചിൽ മള്ളി ചിൽ. ഓടിയാ ചാവും, ഓടിയ സ്റ്റിച്ച് പൊട്ടിച്ചാവും. ഓടരുതെന്ന് പറഞ്ഞത്. ചീഫാണ് മള്ളി. എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി. മൊത്തം ഉണ്ടായിരുന്ന 2.5 1.5 പോയിട്ടുള്ളൂ. ഒന്നിപ്പോഴും മള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. നടക്കില്ല, അധികം ആടല്ലേ. മീന് കുറച്ച് അണ്ടിയാണോ? ഇല്ല ചന്ദ്രു, അത് നല്ല ദൂരോട്ട് എറിഞ്ഞെടുക്ക. മള്ളി പതുക്കെ ഒന്ന് ഗ്യാങ് ഹൗസിലോട്ട് വരാവോ നടന്ന്? ചന്ദ്രു മള്ളി കുറച്ച് റെസ്റ്റിന് വേണ്ടി ഒന്ന് കിടത്തിയേക്കണം. ഒന്ന് വന്നേ. എടുത്തോ മള്ളി എടുത്തോടാ. അപ്പൊ കൂടെ ഒന്ന് എടുത്തോ. അല്ല ഇനി തട്ടാതെ കൊണ്ടുപോവാ. അതിപ്പോ എന്തേലും പ്രശ്നം ഉണ്ടല്ലേ ഞാൻ എന്റെ സ്ഥാനം വെട്ടി കടലെറിയെന്ന് പറഞ്ഞത്? അല്ല മള്ളി പലതവണ പറഞ്ഞു. മിനിഞ്ഞാന്ന് മള്ളി പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു ഈ കേസ്. എടാ അത് ഞാൻ അതിലും ഭേദമൊന്നല്ലേ പറയണത്. കഴിഞ്ഞ ദിവസം ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു. അതിലും ഭേദം സാധനം വെട്ടി കടലിലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ നോക്കിയപ്പോഴേ മള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരമാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ മുള്ളിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ പെണ്ണ് കിട്ടുന്നില്ല ബാബു. ടെൻഷൻ ആവണ്ട. ഡോക്ടർ വരും, കാണാൻ ഡോക്ടർ വരും. മുള്ളിയെ കുറച്ചു നേരം ഒന്ന് കിടത്തിയിരിക്കുന്ന റൂമിൽ, അത്രേ ഉള്ളൂ. മാറുന്നില്ല അണ്ണന്റെ അണ്ടി പോലും. എന്നെ മുള്ളിലെ ആണ് പറഞ്ഞ പോലെ ചെയ്യൂടാ. ആണാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല. കുറച്ചു നേരം ഞാൻ സഹകരിച്ചു കൊടുക്കുവേ, വീട്ടിലെത്തട്ടെ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എല്ലാം ചെയ്തിട്ടില്ല. അപ്പുകൂട്ട അടിച്ചു കറക്കും കേട്ടാ ഞാൻ ഈ അടുത്ത്. അണ്ണനെ പറ്റി ഇത് എടേ ഞാൻ കാര്യം പറയുന്നത്, നമ്മ എല്ലായിടത്തും ഇത് നമ്മളെ വിട്ട് വേറെ ഇത് അറിയരുത്. ഈ നമ്മുടെ വീട്ടിന്റെ വെളിയിൽ ഈ ന്യൂസ് പോരുതേ. അത് എക്സ്ട്രാ വന്നിട്ടുണ്ട്.
ആ ഇതൊരു ആണ് വാക്ക് പാലിച്ചതായിട്ട് കൂട്ടിയാ മതി. അപ്പൊ ഞാൻ ലീഡർ ആവല്ലേ? അന്നല്ലേ പറഞ്ഞേ വെട്ടി എറിയണ. കുറച്ചേരം നിനക്ക് മൊല്ലളിക്ക് ഓടാൻ പറ്റില്ലെന്നേ, മൊല്ലളി ഓടിയ ചത്തു. എനിക്കറിയില്ല. നല്ലത്, ഇതിലും നല്ലത്. നീ ഒരു സാധനം പോയാണെന്ന് എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ ചാടിയപ്പോ. അവസായിട്ട് ഏത് റൂം? അത് വാസ്തവം എടുത്ത് കൊടുക്കാല്ലോ. സാധനമോ അണ്ണാ അധികം സംസാരിക്കില്ല അണ്ണാ. പറ്റില്ലല്ലേ? വായിക്കാൻ പറ്റില്ല. ബാബു മേലോട്ടാണോ? മേലോട്ട് എടുക്കാം. ബ്രിജുവിന്റെ അണ്ടി അങ്ങനെ ന്യൂസ് പോലെ ഇല്ല ഇനി പുറത്തോട്ട് ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഇച്ചിരി ഞാൻ ഒരു ചെറിയ രീതിയിലാണ് വെട്ടിയെടുക്കാൻ പറയാം. ഡോക്ടർ ഇച്ചിരി കൂടുതൽ വെട്ടിയെന്നേ ഉള്ളൂ. എന്നാലും മുള്ളിയിൽ ഇപ്പോൾ സാധനം ബാക്കിക്കൊണ്ടാ മുള്ളി റെസ്റ്റ് എടുത്താൽ മാറും. മള്ളി ഒന്ന് കരുതിയേ, കട്ടിലൊരു മുള്ളി ഒന്ന് ടെൻഷൻ ആവില്ല. 28 വർഷമായിട്ട് അതിന് അത്ര വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പ്രായത്തിലൊക്കെ എങ്ങനെ തിരിച്ചു കളിക്കുമെന്നാണ്. സ്ലീപ്പ് മറ്റേ നേരെ കിടക്കുന്നതാണേ. അപ്പൊ ഏതായിരുന്നു വാസുവനെ മാറിയടാ. വാസുവൻ അത് റൈറ്റ് സൈഡിലുള്ള കൺട്രോൾ ബട്ടൺ ഇല്ല, അത് ഞെക്കി. കൺട്രോൾ ബട്ടണോ? അത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ എനിക്ക് കൺട്രോൾ ബട്ടൺ ഇല്ല പാപ്പ. ഇത് 60%. ഞാൻ കിടക്കുന്നുണ്ട്. അങ്ങനെയല്ല മറ്റേ തിരിഞ്ഞു കിടക്കണം. അങ്ങനെ ഈ മന്ദാരം കിടക്കുന്ന പോലെ ഒന്ന് കിടക്കാം. പറഞ്ഞെടുത്ത് മള്ളിക്ക് എങ്ങനെയാണ് ഇതെന്താ മള്ളി? ഇപ്പൊ വിസിറ്റേഴ്സ് ഒക്കെ വരുമോ? ആരും സാധനം കാണണ്ട. കാണാനായിട്ട് എലിയൊക്കെ പോരും. മറ്റേ സൺബാത്ത് ഇട്ടാ മതി. അങ്ങനെ കിടക്കല്ലേ? സൺബാത്ത് ഏതെങ്കിലും ഇട്ടാണ് വേറെ മള്ളി വേദനിക്കും. ബം സ്ലീപ്പ് അടിച്ചേ. ബം സ്ലീപ്പ് എന്താ? BUMB സ്ലീപ്പ്. അതല്ല 5 ചെയ്തില്ലേ? സൺബാത്ത് 5 മള്ളി. അതാണ് കറക്റ്റ്. തിരിഞ്ഞു നോക്കിട്ടെ, ഇങ്ങോട്ട് നോക്കി നമ്മളെ നോക്കി നിൽക്കും, നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മളെ അധികം നേരം നിരത്തല്ലേ, ബ്ലീഡിങ് ഉണ്ടാവും. ഫാനാണ് എന്തിനത്? അതിന്റെ അകത്ത് ഫാന്, AC, കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നേരെ തിരിച്ച് മള്ളി ഓപ്പോസിറ്റ് നോക്കി നടക്കണം. അത് സെയിം സാധനം തന്നെ, ഓപ്പോസിറ്റ് നോക്കിട്ട് അങ്ങോട്ട് നോക്കി. വായിലായിരുന്ന സാധനം ഉണ്ട്. അതാണ് നേരെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. ആ തുണി നേരെ ഇട്ട് കൊടുത്ത ആരാണെങ്കിലും തുണി കുറച്ച് കീഴിലിറക്കണം. ദൈവങ്ങളുടെ കളികളെ. ഇനിയിപ്പോ എന്റെ ബാബുവിന് വാസവണ്ണ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോ എങ്ങനെടാ? നല്ല വേദന ഉണ്ടടാ. നല്ല ഹൈ ഡോസിൽ ഇതടിച്ചിട്ടുണ്ട് മള്ളി, പെയിൻ കില്ലര്. അപ്പൊ എന്റെ കല്യാണം നടത്തല്ലേ ബാബു? വാസവണ്ണ ഇനിയിപ്പോ എങ്ങനെടാ ഈ ഒരു അവസ്ഥയില്? അണ്ണാ മള്ളി അല്ല, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, മള്ളി ശരിക്കും പറഞ്ഞ ഹാപ്പിയാണോ വിഷമാണോ? ഇത് ഞാൻ വിചാരിച്ചു മള്ളിയുടെ ഒരു വാക്ക് പാലിക്കുമ്പോ മള്ളി ഹാപ്പി. ബാബു നീ എന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്തത്? ഞാൻ കുറച്ചു ദിവസം ലേറ്റ് നൈറ്റ് ഒക്കെ ആക്റ്റീവ് ആയി ഒരു പെണ്ണിനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലല്ലായിരുന്നോ ഞാൻ? അല്ല മള്ളി, ഞാൻ പറഞ്ഞില്ലേ മൊത്തം 4 2.5 ഡോക്ടർ പറഞ്ഞു. എനിക്ക് എത്രയും കറക്റ്റ് ആണ് ഓർമ്മയില്ല. എന്തായാലും 1 ഇഞ്ച് ഡോക്ടർ എടുത്തിട്ടുള്ളൂ. ബാക്കി മള്ളിയിൽ ഉണ്ട് ഇപ്പോഴും. എനിക്ക് നോക്കിട്ട് ഒന്നും ഫീൽ പോലും ചെയ്യണില്ല. മരവിച്ചിരിക്കുന്നതാണ്. മരവിച്ചിരിക്കുന്നതായിരിക്കും. മുറിയണ്ടി ഈ മുറിയണ്ടി എന്തിന്
അപ്പൊ മുരളിക്ക് ആ 20 ഗ്രാം മീറ്റ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ എറിഞ്ഞത്? ഇല്ല 20 ഗ്രാമോ? 20 ഗ്രാം ഇത് അറിയാതാടാ ബാബു ഞാൻ പറഞ്ഞ നേരത്തെ കാറിലിരുന്ന്. എടാ ഇന്നൊരു വാറ വന്നാ ഞാൻ എന്ത് ചെയ്യൂടാ? അണ്ണ ഒന്നും ചെയ്യണ്ട, നമ്മളില്ലല്ലോ ഇവിടെ. കുഴപ്പമില്ല, വാസു, വണ്ടി rest ഇരുന്നിട്ട് എടുക്ക് വാസു. കളിക്കാം. അണ്ണ റെസ്റ്റ് എടുത്തോ, അതെ അപ്പാപ്പൊക്കെ നിക്കല്ലേ. അപ്പാപ്പനൊക്കെ നിൽക്കാരും മള്ളി എല്ലാവരായിട്ട്. ഹൈഡ്രജൻ ബലൂണിലെ സാധനം പൊക്കുന്ന അപ്പാപ്പ വരെ ഈ മൊമെന്റിൽ എന്റെ അടുത്ത് ഡയലോഗ് അടിക്കണേ. മള്ളി ഇത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മള്ളി. നമ്മളിപ്പം മള്ളി ഇത് ആലോചിച്ച് നോക്കിയേ, നമ്മള് പല പരീക്ഷ ഒരു പെൻസിലിട്ട് എഴുതി, അതിന്റെ മൂർച്ച കൂടിയ കുറഞ്ഞു പോയി നമ്മൾ ഉറപ്പായിട്ടും ചെത്തി മൂർച്ച കൂട്ടില്ലേ മള്ളി? അതുപോലെ വിചാരിച്ചാ മതി. കുറെ നാൾ ഉപയോഗിക്കാതിരുന്ന് ഇത് നമ്മൾ ഒന്നും കൂടെ മൂർച്ച കൂട്ടി. നിന്റെ മൂർച്ച കൂടി തരത്ത ഞാനെന്നാ മൂർച്ച കൂട്ടറാ. ഇത് കിളിച്ചു വരും തോന്നുന്നുണ്ടോ നിനക്കിത്? അണ്ണ അതെ. എടാ ബാബു, ബർഗർ അണ്ണനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ബർഗറും അത് ഞാൻ കാറ്ററിംഗിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി. തമാശയായിട്ട് എടുക്കണേ. ഇത് നിങ്ങൾ വേറെ റിലീജിയനും ഇതുമായിട്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ. അവനാണെങ്കിൽ ചിലപ്പോ ഊതിത്തരാം. ബാബു കാണാനുള്ളവരോടൊക്കെ കാണാൻ വരാൻ പറ ബാബു. പറഞ്ഞു വേറെ ആരും അറിയണ്ടേ? എലി മാത്രമാണ് എന്റെ അടുത്ത് മെയിൻ ആയിട്ട് വിളിച്ചു എലി വരുന്നുണ്ടോ? ബാബു ഇങ്ങോട്ട് വിളിക്കല്ലേ ബാബു അവളെ. അല്ല അണ്ണ, അത് കൊഴപ്പില്ല. ഈ ഒരു അവസ്ഥയിൽ അണ്ണനെ കാണണമെങ്കിൽ ഇനിയിപ്പൊ എനിക്ക് ഇനിയിപ്പൊ പറ്റത്തുള്ളൂ. നിന്നോട് ഞാനൊരു ഹിന്റ് പറയാൻ പറഞ്ഞപ്പോ അത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് മനസ്സിൽ കാണണ്ടായിരുന്നു കേട്ടാ. അല്ല, കാണാൻ വരുന്നോട് എന്ത് പറയും? ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഡോക്ടറിന് കൊടുക്കാനുള്ള ഒന്നിന്റെ കൂടെ ഇതിന്റെ മുലലിയല്ലേ എനിക്ക് തന്നത്? അതാണല്ലേ നീ പൈസ വേണോന്ന് പറഞ്ഞത്. ആ അപ്പൊ ഇത് കേൾക്കണം. ഡോക്ടറിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് മുലളി, രാത്രി ആംബുലൻസിൽ കയറി വന്നത് മുലളി ബോധമില്ലാതെ, രാവിലെ വന്നിട്ട് സാമാനം എടുത്ത് കടലിറങ്ങിയത് മുലളി. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ശരിയല്ലേ വാസുവിന്? സത്യം. അപ്പൊ നിങ്ങളും വാസുവിന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, വാസുവിന് ഒന്നും ഓർമ്മയില്ല അപ്പൊ എത്ര വട്ടം ചോദിച്ചേ? ഓർമ്മയില്ലേ വാസുവിന്റെ മറന്നുപോയോ? രാവിലെ ഉണ്ടായിരുന്നല്ലോ. വിസിറ്റേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊരു സർജറി ആയിട്ട് കിടക്കുവാന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓ ഇല്ല ഇത് കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല, കാര്യം പറയുന്നില്ല എന്തായാലും. അത് നമ്മള് തൊടയിൽ ഉറുമ്പൊടിച്ചെന്ന് വല്ലതും പറയാൻ വേണ്ടി കുറച്ചു നേരം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുകളിലേക്ക് പഴയ പോലെ ആക്റ്റീവ് ആവും, കണ്ണടിച്ച് വെടിവെക്കാം. അല്ല അത് മറ്റേ ആക്ടിവിറ്റി അതെ എല്ലാം നിങ്ങൾക്ക് എന്താ ചാറ്റിൽ ചില്ലാവുക നിങ്ങൾ? എന്റെ പൊന്നോ ചില്ലാവുക നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക കഴിച്ചത്. കാവടി തുള്ളി വന്നതാണ് സ്റ്റോറിയൊക്കെ ഇട്ട്. ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ടു. മുള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ, മുള്ളി പറഞ്ഞില്ലേ 2022 പറഞ്ഞത്? അതിതല്ല, ഇത് 2024 എന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് മുള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ സീനിലെ ഡയലോഗ് മുള്ളി നേരത്തെ കേട്ടത് മനസ്സിലായി. മുള്ളിക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കടാ. എല്ലാരും ഇങ്ങനെ വട്ടത്തിരുന്ന് പറഞ്ഞ മുള്ളിക്ക് അസുഖം മാറുമോ? എന്തായാലും വരേണ്ടത് വന്നു. എന്തോ ജസ്റ്റ് കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി. കൃഷ്ണമണി കണ്ടിട്ട് പോയി. കഞ്ഞി എടുക്കട്ടെ. കഞ്ഞിയാണല്ലോ നമ്മളെന്തോ ഇതിൽ ഫണ്ണായിട്ട് തോന്നുന്നില്ല. എന്റെ പൊന്നോ, എനിക്കിപ്പോ മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം പറ എണീറ്റോ, ഇത് എന്റെ അപ്പാപ്പന്റെ വക ഒരു പ്രാങ്കായിരുന്നു. ഒരു മിനിറ്റ് ഞാനൊന്ന് ബാത്റൂമിൽ കയറിക്കോട്ടെ. അവിടെ ബാത്റൂമാണോ? എന്തേലും ഒന്ന് അയച്ചു തന്നേ ബാബു. എന്തേലും മൊബൈൽ അയച്ചേക്കാം. അണ്ണ കാണാവോ? കണ്ണാടി ഉണ്ടോ അകത്ത്?
ഒരു സെക്കൻഡ് ഞാനിപ്പോ വരാവേ. മള്ളി, ഒരു നിമിഷം ഒന്ന് ഷോക്ക് ആയല്ലേ മള്ളി? ഒരു മിനിറ്റ്. അണ്ണാ 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 കിട്ടി ഓ വർക്കിംഗ് അയ്യോ എന്റെ അപ്പോ മള്ളി അകത്തെന്തോ വലിയ പരിപാടിയിലാണ് കേറി പോയത്. അണ്ണാ അണ്ണാ ഞാൻ മൂത്രം ചോദിക്കണേ. റോഡ് പണിയിലാണ്. കിട്ടിയോ വാസുണ്ണ ഒരു കാര്യം പറയാനാ. ഹാപ്പി ന്യൂസാ. അണ്ണാ അണ്ണാ ഒരു കാര്യം പറയാനാ. പറ. ഈന്തപ്പഴത്തിന്റെ കുരു കഴിച്ചാലേ അണ്ടിമുളയ്ക്ക് ഒരാള് പറഞ്ഞു. ബുദ്ധിയില്ലാത്ത കൊറേ എണ്ണം. മള്ളിയെല്ലാം ഓക്കെ അല്ലേ? വിട് ചില്ല പോട്ടെ. ഇനിയും നോക്കണോ? മള്ളി ഒരു സെക്കൻഡ് ഷോക്ക് ആയിക്കട്ടെ അപ്പാ. വാസുണ്ണ ആ മകുടം ഉണ്ടോ? മകുടം വിടോ